യേശുവിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, പുതിയൊരു പ്രഭാതത്തിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്തിയതിന് ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 2 കൊറിന്ത്യർ 9 8 തിരുവചനം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. നമ്മുടെ പിതാവായ ദൈവം ആരാണ് എന്ന് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവവചനം ശ്രവിക്കുന്ന, ദൈവത്തിൻ്റെ മുൻപിൽ എളിമയോടെ നിൽക്കുന്ന എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം, ചോദിക്കുന്നതെല്ലാം എന്നല്ല, ഒരു വ്യക്തിക്ക് എന്തെല്ലാമാണോ ആവശ്യമുള്ളത് അതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് നമ്മുടെ ദൈവം. പിതാവായ ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരുവാൻ ഒരുക്കമാണ്. ആ ദൈവത്തോടു കൂടെ ആയിരുന്നാൽ മാത്രം മതി. ആ ദൈവത്തിന് വേണ്ടി വേണ്ടതെല്ലാം ചെയ്താൽ മതി. ആ ദൈവം തന്നതൊക്കെ എൻ്റേതാണെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്നതിന് പകരം ദരിദ്രർക്ക് കൊടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും വേണ്ടി വിനിയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലെ വെറും കാര്യസ്ഥന്മാരാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൻ്റേതാണെന്നും ആ ദൈവം തന്നിരിക്കുന്നതെല്ലാം നോക്കി പരിപാലിക്കുവാനുള്ള കാര്യസ്ഥരാണ് നമ്മളെന്നും മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അത് നിങ്ങൾക്ക് സമൃദ്ധമായി ലഭിച്ചുകൊണ്ടിരിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കാരുണ്യവും സമാധാനവും നിങ്ങൾക്കിന്ന് സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവം നിങ്ങൾക്കിന്ന് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കുക തന്നെ ചെയ്യട്ടെ. നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളുമെല്ലാം ഇന്നു മുതൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതലായി മാറട്ടെ. അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ സാമ്പത്തിക മേഖല സമൃദ്ധമായിട്ട് ഉയരട്ടെ. യേശുക്രിസ്തു അതെല്ലാം നിങ്ങളെ അനുഗ്രഹിച്ച് സമൃദ്ധമാക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാം സംഭവിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം ഇന്നും എന്നേക്കും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.